അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ഒരു ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു പടയാളി, ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹം ഇങ്ങനെ പടക്കളത്തിൽ പരിക്ക് പറ്റി ഒരിടത്ത് വിശ്രമിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ആ വ്യക്തി അവസാനം ഉണ്ടല്ലോ വെറുതെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയതൊരു ബൈബിളാണ്. ആ ബൈബിൾ ഇങ്ങനെ വെറുതെ, അദ്ദേഹത്തിന് ബൈബിൾ വായിച്ച് ശീലമൊന്നുമില്ല, നേരം കളയാൻ വേണ്ടി ബൈബിളിൻ്റെ താളുകളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. അപ്പോൾ അതിനകത്തൊരു തിരുവചനം ആ മനുഷ്യനെ കയറി ഗ്രസിച്ചു. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും വെട്ടിപ്പിടിച്ചാലും ആത്മാവ് നശിച്ചാൽ എന്തു ഫലം? എൻ്റെ ദൈവമേ, അത് മനോഹരമായൊരു വചനം. ഈ വചനം ഈ വ്യക്തിയെ കയറി ഗ്രസിക്കുക, ബാധിക്കുക. അദ്ദേഹം അത് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഈ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ പാരീസ് സർവകലാശാല ഒരു പ്രൊഫസറാണ്. ഇടയ്ക്കെല്ലാം ഇഗ്നേഷ്യസ് ലയോളയെ കാണാൻ ചെല്ലും. അപ്പോൾ ഇഗ്നേഷ്യസ് ലയോള തന്നെ സ്വാധീനിച്ച ഈ വചനം ഈ ഫ്രാൻസിസ് സേവറിനോട് പറഞ്ഞു. ഈ ഫ്രാൻസിസ് സേവർ വലിയ പണ്ഡിതനാണ്, ലോകം ഇവിടെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ലോകസുഖങ്ങളുമെല്ലാം ആഗ്രഹിക്കുക, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെയും പൂർവ്വകാല ചരിത്രം അതാണ്, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ആ വ്യക്തിയോട് ഈ ഇഗ്നേഷ്യസ് ലയോള പറയും, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ഈ വചനം നിരന്തരം കേട്ട് കേട്ട് ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ഈ ഫ്രാൻസിസ് സേവർ ഇഗ്നേഷ്യസ് ലയോളയുടെ പിന്നാലെ ചെല്ലുകയാണ്. ഇവരെയാണ് പിന്നീട് ഈശോ സഭ എന്ന് പറയുന്ന സന്യാസ സഭസ്ഥ. ഈശോ സഭയിൽപ്പെട്ട ഒരു സന്യാസി തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ. കണ്ടോ, തിരുവചനം ജീവിതങ്ങളെ തിരുത്തി എഴുതുന്ന കാഴ്ച. ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ഹൃദയമേ, വചനം നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കട്ടെ. തിരുവചനം നമ്മുടെ ജീവിതത്തെയും തിരുത്തി എഴുതട്ടെ. അപ്പോഴാണ് ഈ വെളിപാട് പുസ്തകം 2, 4, 5 വചനങ്ങൾ പറയാണ്. നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം, ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം ഇപ്പോഴില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട, പരിഹാരമുണ്ട്, തിരിച്ചു വരാൻ വഴിയുണ്ട്. എന്താ ചെയ്യേണ്ടത്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. പ്രൈസ് ദ ലോർഡ്. അനുതപിച്ച് ഏറ്റുവരിക, അതാണ് ഏറ്റുപറഞ്ഞ് ഏറ്റുവരിക. എൻ്റെ ദൈവമേ, ഇതാണ് അഗസ്റ്റിൻ തൻ്റെ ജീവിതം ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് ഏറ്റുവരുന്നു. ഈ സക്കേവൂസിനെ കുറിച്ച് വായിക്കുമ്പോൾ ലൂക്ക 19 ഈ സക്കേവൂസിനെ കുറിച്ച് വായിക്കുമ്പോൾ കാണുന്ന സക്കേവൂസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു അല്ലേ? ഈ സക്കേവൂസ് വീണ് കിടക്കുകയായിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞെന്നാ പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ഇതാ തിരികെ കൊടുക്കുന്നു, ഇരട്ടിയായിട്ട് കൊടുക്കുന്നു, 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്. യേശു സന്ദർശനം, ഈശോയുടെ ആ കുടുംബ സന്ദർശനം ആ കുടുംബത്തിലുണ്ടാക്കിയ വ്യത്യാസം.
അതുവരെ എന്തോ ഡിസോർഡർ, എന്തോ ക്രമമില്ലായ്മ ഈ സക്കേവൂസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓർഡറുള്ളവൻ, ക്രമമുള്ളവൻ സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ക്രമമുണ്ടായി. ഓർഡറുള്ളവൻ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഡിസോർഡറൊക്കെ മാറുക, നമ്മുടെ ക്രമമില്ലായ്മയൊക്കെ മാറുകയാണ്. അതാണ് അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനിതാ വഞ്ചിച്ചെടുത്തൊക്കെ തിരികെ കൊടുക്കുന്നു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ, വചനം ശ്രവിച്ചു, അതനുസരിച്ച് ജീവിതം തിരുത്തി എഴുതാൻ സക്കേവൂസ് തയ്യാറായി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഹൃദയം നമ്മളിങ്ങനെയൊക്കെ വായിക്കണം. ഓരോ ധൂർത്തപുത്രൻ്റെ ഉപമ ലൂക്ക 15 കാണാം. ഈ ധൂർത്തപുത്രൻ ഇങ്ങനെ അകന്നകന്ന് പോവുകയാണ്, പിതാവിൽ നിന്ന് അകന്നകന്ന് അവസാനം ധൂർത്തപുത്രൻ അവൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഒരു പന്നിക്കൂട്ടിൽ. പന്നി എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഏറ്റവും നിഷിദ്ധമായ ഒരു ജീവിയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം പന്നിക്കൂട്ടിൽ ചെന്ന് അവസാനിച്ചു എന്നതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴവും അകലവും വരച്ച് കാണുകയാണ് പന്നിയും പന്നിക്കൂടുമൊക്കെ. ആ പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം എന്ന നല്ല ബോധം, ശരിയായിട്ടുള്ള തിരിച്ചറിവ്, അവബോധം ഒക്കെ കിട്ടി ഈ ധൂർത്തപുത്രന്. എന്നിട്ട് പറയുന്നു, അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്നാണ്. അവൻ എഴുന്നേറ്റു, സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റു, അവിടെ തന്നെ കിടക്കുകയല്ല, അവൻ എഴുന്നേറ്റു. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു, ഞാനിവിടെ തവിടും തിന്ന് പന്നിയുടെ ഒപ്പം കിടക്കുന്നു. കണ്ടോ, അവൻ ആയിരുന്ന അവസ്ഥ അല്ലേ, അവൻ പണ്ട് ആയിരുന്ന അവസ്ഥ, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അവൻ ആയിരുന്ന അവസ്ഥയും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും തമ്മിൽ അവനെ ചിന്തിക്കുകയാണ്. അതിനുശേഷമാണ് അവൻ തിരിച്ചു വരുന്നു അല്ലെ, തിരിച്ചു നടക്കുന്നു, പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ തിരികെ പോവുകയാണ്. സ്നേഹമുള്ള, എത്രയും വാത്സല്യമുള്ള എൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വചനം ശ്രവിച്ച് ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് നടക്കാം. തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക, തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുക, തിരിച്ചു വരിക പുതിയ ജീവിതത്തിലേക്ക്. തിരിച്ചു വരുന്ന നാളിന് പറയുന്ന പേരാണ് തിരുനാൾ എന്ന്. തിരിച്ചു വരുമ്പോൾ തിരുനാളാണ്. തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക, തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുക, തിരിച്ചു വരിക, ജീവിതം തിരുനാളാക്കി മാറ്റുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് പറഞ്ഞത്, ഇവൻ മൃതനായിരുന്നു. പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ മൃതാവസ്ഥയാണ്. അതുപോലെ അവൻ അകലെയായിരുന്നു. പാപം അകലമാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് അകലുന്നു, സഹോദരനിൽ നിന്ന് അകലുന്നു, കൂട്ടുകാരിൽ നിന്ന് അകലുന്നു. പാപം അകലമുണ്ടാക്കുന്നു. ദൈവമല്ല അകന്നു പോകുന്നത്, നമ്മൾ അകന്നു പോകുന്നു. അപ്പം നമ്മളടുത്ത് വന്നാൽ മതി അല്ലേ. ഇപ്പോഴാണ് പാപം അകലമാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ഇവൻ മൃതനായിരുന്നു. പാപം മൃതിയാണ്, മരണമാണ്. അതാണ് യാക്കോബ് ശ്ലീഹായൊക്കെ പറയുന്നത്, പാപം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപം സമം മരണം. പാപം മരണമാണ്. അവൻ മൃതനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അതിനുശേഷം പിതാവ് പറയാണ്, നമുക്ക് വിരുന്ന് നടത്താം, ആഘോഷിക്കാം, സെലിബ്രേറ്റ് ചെയ്യാം. എൻ്റെ ദൈവമേ, തിരികെ വരുമ്പോൾ തിരുനാളാണ്. ഒരു പാപി അനുതപിച്ച് പാപം ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. ഈ ലൂക്കാ സുവിശേഷത്തിൽ 3 ഉപമകളുണ്ട്. ലൂക്കാ സുവിശേഷം ഇത് പരിശുദ്ധ പിതാവ് ഇപ്പോൾ കരുണയുടെ വർഷം അല്ലേ, കരുണയുടെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കരുണയുടെ സത്യത്തിലുണ്ടല്ലോ, ഈ ലൂക്കാ സുവിശേഷം എന്ന് പറയുന്നത് കരുണയുടെ സുവിശേഷമാണ്. ലൂക്കാ സുവിശേഷം എന്തിൻ്റെ സുവിശേഷമാണ്? കരുണയുടെ സുവിശേഷം, മഹാകരുണയുടെ സുവിശേഷമാണ്. അതിനകത്ത് ഒരു മനോഹരമായ ഒരു അധ്യായമാണ് 15-ാം അധ്യായം. അതിനകത്ത് 3 നഷ്ടങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഒന്ന്, ആദ്യം എന്താ നഷ്ടപ്പെടുന്നത്? നാണയം നഷ്ടപ്പെടുന്നു. ഒരു സ്ത്രീയുടെ നാണയം നഷ്ടപ്പെടുന്നു, ആടിനെ നഷ്ടപ്പെടുന്നു, പിന്നെ ഒരു പുത്രനെ നഷ്ടപ്പെടുന്നു. 3 നഷ്ടങ്ങളുടെ കഥ പറയുകയാണ് ലൂക്കാ 15. നാണയം നഷ്ടപ്പെട്ട സ്ത്രീ അവസാനം എന്തൊക്കെയാണ് ചെയ്യുന്നത്? വിളക്ക് തെളിച്ചു, അടിച്ചു വാരി. വിളക്ക് തെളിച്ച് അടിച്ചു വാരണം. ഈ നാണയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, നാണയം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടത് എന്തോ ഒന്ന്. അത് സന്തോഷമാകാം, സമാധാനമാകാം, ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വൈര്യതയാകാം അല്ലേ,
ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇതൊക്കെ വിലപ്പെട്ടതെന്തോ അതാ നാണയം. സന്തോഷം, സമാധാനം, സംതൃപ്തി, അല്ലേ? ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് എനിക്ക് തോന്നുക. അപ്പോൾ ഇതാണ് നാണയം നഷ്ടപ്പെട്ട സ്ത്രീ വെറുതെ ഇരിക്കുകയല്ല. അവളുടനെ വിളക്ക് തെളിച്ചു. വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ വിളക്ക്, പരിശുദ്ധാത്മാവാകുന്ന വെളിച്ചം. ആ വെളിച്ചത്തിൽ വേണം, ഇരുട്ടിൽ തപ്പിയാൽ പോരാ. പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മാ അഭിഷേകത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുക. അതാണ് വിളക്ക് തെളിച്ചു, അടിച്ചു വാരി. ഹൃദയമേ, എന്ത് മനോഹരമായ പദങ്ങളാണ്! വിളക്ക് തെളിക്കുക, അടിച്ചു വാരുക, അല്ലേ? അതിനുശേഷം എന്തൊരു സംഭവങ്ങളാണ്. ഈ ആടിനെ നഷ്ടപ്പെടുന്നു, അതും ഇതുപോലെ തന്നെ അന്വേഷിച്ച് ചെല്ലുന്നു. നഷ്ടപ്പെട്ട ആടിന് പിറകെ പോകുന്ന നല്ല ഇടയൻ അതിനെ തോളിലേറ്റിക്കൊണ്ട് തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ട പുത്രൻ ഇതാ തിരികെ വരുന്നു. ഈ 3 ഉപമകളും കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മനോഹരമായ ഒരു വചനം കൊണ്ടാണ്. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതലായ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതാപം സമം ആഹ്ലാദം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3 ഉപമകളും അവസാനിപ്പിക്കുന്നത്. അനുതാപം സമം ആഹ്ലാദം. അനുതപിച്ച് കഴിയുമ്പോൾ സ്വർഗം ആഹ്ലാദിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വചനം ശ്രവിക്കുന്ന നമുക്കും നമ്മുടെ ജീവിതം ആയിരുന്ന അവസ്ഥയും, അല്ലേ, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയും ഒരു വിലയിരുത്തലിന് വിധേയമാക്കുക. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, ശക്തന്മാർ വീണുപോയതെങ്ങനെ, സോളമൻ്റെ പരിചയം അവഹേളിക്കപ്പെട്ടതെങ്ങനെ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചില വെളിച്ചം വീശുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, തിരിച്ചറിയാൻ, തിരുത്തേണ്ട മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്താൻ, തിരിച്ചു വരാൻ, ജീവിതം തിരുനാളാക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ കണ്ടു, എണ്ണ നഷ്ടപ്പെട്ട അവസ്ഥ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ സൗളിൻ്റെയൊക്കെ അധപ്പതനത്തിൻ്റെ അടിസ്ഥാന കാരണം അഭിഷേകത്തിൻ്റെ കുറവ്, പ്രാർത്ഥനയുടെ കുറവ്, എണ്ണയില്ലാതെ നടന്നു എന്നൊക്കെയുള്ള വലിയ ചിന്തകളാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും മറന്നേക്കരുത്. ഈ എണ്ണ എന്നുള്ള ചിന്ത ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, തിരിയേണ്ട ഒരു വചനമാണ്. എന്ത്? എണ്ണ എന്നുള്ള സംഗതി. ഞാൻ തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ പാലാ രൂപതയിൽ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ദേവാലയമാണ്, ഒരു കൊച്ചു പള്ളി. അതുകൊണ്ട് ഈ അൾത്താരയോടൊക്കെ ചേർന്നാണ് ആളുകളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നത്, വളരെ ഒട്ടി ചേർന്ന് അടുത്ത്, അല്ലേ? അപ്പോൾ എന്തോ കൂടുതലൊരു അടുപ്പമുണ്ട്, ഒരു ഇമ്പമുണ്ട്, ഒരു ഇനിമയുണ്ട്. അത് വലിയ ബ്രഹ്മാണ്ഡൻ ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ, അല്ലേ, ജനങ്ങൾ, വിശ്വാസികൾ അങ്ങനെ അകന്നു നിൽക്കുന്നു. ഈ കൊച്ചു ദേവാലയങ്ങളുടെ പ്രത്യേകത കൂടുതൽ അടുപ്പമുണ്ട്, അല്ലേ? എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, ഇപ്പോൾ ഇവിടെ നല്ല ഒരു അന്തരീക്ഷമുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. ഇതൊക്കെയാണ് അനുഭവം. അപ്പോഴങ്ങനെ ഒരു പള്ളി ഞാൻ ധ്യാനിപ്പിക്കുക. പള്ളി ഇങ്ങനെ വൃത്താകൃതിയിൽ, വട്ടത്തിലുള്ള ഷേപ്പിലുള്ളൊരു പള്ളിയാണ്. ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്തു, ശ്രദ്ധിച്ചു. ഈ പള്ളിയുടെ മുകളിലെല്ലാം ഇങ്ങനെ കുടം, കലമില്ല, കലം അതിങ്ങനെ വാവട്ടം താഴോട്ടാക്കി ഇങ്ങനെ ഒരുപാട് കലങ്ങൾ അതിൻ്റെ കോൺക്രീറ്റിൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ കുടങ്ങൾ, പിന്നെ അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുകളിൽ മുഴുവൻ ഇങ്ങനെ കുടവും കലമെല്ലാം ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട്, ഒരേ വലിപ്പത്തിലുള്ളത്, വളരെ കലാപരമായിട്ട് അത് ചെയ്തിരിക്കുന്നത്. അപ്പോഴത് ഞാൻ ആദ്യം കാണുക ഇങ്ങനെ ഒരു പള്ളി. അപ്പോൾ ഞാൻ പിന്നീട് അച്ഛനോട്, ഇത് കൊള്ളാമല്ലോ, ഈ കുടവും കലമൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു, ഇങ്ങനെ ഒരു പള്ളി ആദ്യം കാണുകയാണ്. അപ്പോൾ അച്ഛൻ പറയാം, എൻ്റെ അച്ഛൻ എന്ത് പറയാനാ, ഓരോരുത്തരെ ഓരോ പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ആരുടെ മുൻഗാമി ഉണ്ടാക്കി വെച്ച ആ ദേവാലയം, അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വളരെ കാഷ്വലായിട്ട് മനസ്സിൽ വന്ന ചിന്ത പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അച്ഛാ, ഇത് ഞാനിവിടെ വരുമ്പോഴേക്ക് കുടവും കലവും ഒന്നും ഇവിടെ ഇല്ല. അച്ഛാ, അതൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ഈ പള്ളിയുടെ ഷേപ്പ് കൊണ്ടാണോ, ആ സ്ട്രക്ചറിൻ്റെ ഘടന കൊണ്ട് എന്താണോ അച്ഛൻ, ഞാൻ പറയുന്ന ഒരു വസ്തു ആർക്കും തിരിയുന്നില്ല. എക്കോ കാരണം ഒരു വസ്തു പറയുന്നത് ജനങ്ങൾക്ക് തിരിയുന്നില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടല്ലേ? അപ്പോഴങ്ങനെ പറയുന്നത് തിരിയുന്നില്ലെന്ന്. അപ്പം അതേ ഒരു എൻജിനീയറെ വിളിച്ചോണ്ട് വന്നു. ആ എൻജിനീയറോട് പറഞ്ഞു, ഇതൊന്ന് ശരിയാക്കണം, എക്കോ പ്രോബ്ലം ഉണ്ട് ഇവിടെ. ആളുകൾക്ക് ഒരു വസ്തു, ഞാൻ കാര്യം പറഞ്ഞാൽ
ജീവിത നവീകരണത്തിന് ആവശ്യം ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ തന്നെ ഒന്നും ഇവരുടെ തലയിൽ കയറുന്നില്ലെന്നാണ് അവർ പറയുന്നത്. കേൾക്കാതെ എങ്ങനെ അല്ലേ അനുസരിക്കാൻ പറ്റും? അപ്പോൾ അവസാനം എഞ്ചിനീയർ പറഞ്ഞു, അച്ഛാ ഈ കുടം നമ്മൾ ഈ കലം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നൊരു പരിപാടിയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഈ കുടവും കലമൊക്കെ. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്, പറയുന്നതൊക്കെ തിരിയുന്നുണ്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ കുറേ എല്ലാം തിരിയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വെച്ചാൽ ഒരു കാര്യം പറയുന്നത് ഒരിക്കലും അവർക്ക് തിരിയാലെന്ന് പറഞ്ഞു. ഒരു കാര്യം പറയുന്നത് ഒരിക്കലും അവർക്ക് തിരിയുന്നില്ല. ഞാൻ ചോദിച്ചു അതെന്താണ്? എന്താ വെച്ചാൽ പിരിവ് എന്ന് പറയുന്നത് ഒരിക്കലും തിരിയാലെന്ന് പറഞ്ഞു. പിരിവെന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ പല പ്രാവശ്യം വളരെ ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു നോക്കി, അവർ ഒരു രക്ഷയില്ല, തിരിയുന്നില്ലെന്നാണ് പറഞ്ഞു. നമ്മൾ തിരിയേണ്ട ചില തിരിച്ചറിവുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ധ്യാന ദിനങ്ങളിൽ ചില തിരിച്ചറിവുകൾ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ജീവിതം തിരുത്തി എഴുതാൻ ദൈവം തന്നിരിക്കുന്ന സ്വീകാര്യമായ സമയമാണ്. ജീവിതത്തെ മാറ്റം വരുത്താൻ ദൈവം ഇതുപോലൊരു കൃപയുടെ വർഷമില്ല. കൃപയുടെ വത്സരം തന്നെ കരുണയുടെ വർഷമായിട്ട് അത് കടന്നു വരുന്നു അല്ലേ. കൊണ്ടത് ജീവിതം തിരുത്തി എഴുതാം, തിരികെ ചെല്ലാം, നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി നമുക്ക് മാറ്റാൻ തീർക്കാം. ഈ വിശുദ്ധ ചാവറപ്പിതാവൊക്കെ ചെയ്തതാ. അദ്ദേഹം കുടുംബം തിരുക്കുടുംബമാക്കാൻ ശ്രമിച്ച വിശുദ്ധനായ കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. അത് നമ്മൾ ഷോർട്ടായിട്ട് ചാവറയച്ചൻ, ചാവറപ്പിതാവ് എന്നൊക്കെ പറയും. പക്ഷെ അദ്ദേഹം സന്യാസിയായപ്പോൾ, വ്രതം ചെയ്തപ്പോൾ, എല്ലാ സന്യാസ സഭകളിലും ഉണ്ട്, വ്രതം ചെയ്യുമ്പോൾ ഒരു പുതിയ പേരും കൂടി സ്വീകരിക്കും. അദ്ദേഹം സ്വീകരിച്ച പേര് തിരുക്കുടുംബത്തിൻ്റെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ്. തിരുക്കുടുംബത്തിൻ്റെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതാണ് ഇപ്പോൾ ചാവറപ്പിതാവിൻ്റെ ചിത്രത്തോടെ തിരുക്കുടുംബ ചിത്രം കൂടി വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ആ അവസാനം ഈ ചാവറപ്പിതാവ് മരിക്കുന്ന സമയത്ത് ആ തിരുക്കുടുംബ ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത്, ഈ മഹാകുടുംബത്തോടുള്ള ഭക്തി വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് കിട്ടി. അതായത് നല്ല അപ്പനമ്മമാരെ ആ തിരുക്കുടുംബ ഭക്തി ചാവറപ്പിതാവിന് കൊച്ചു കുര്യാക്കോസിന് കൊടുത്തിരുന്നു. പറയാണ്, ഈ കുടുംബത്തോട് ഈ മഹാകുടുംബത്തോടുള്ള ഭക്തി എനിക്ക് വീട്ടിൽ വെച്ച് തന്നെ കിട്ടി. ഈ മഹാകുടുംബം എന്നെ സംരക്ഷിച്ചതുകൊണ്ട് മാമോദീസായിൽ കിട്ടിയ വരപ്രസാദം നഷ്ടപ്പെടുത്താതെ ഈ നിമിഷം വരെ ജീവിക്കാൻ നല്ല ദൈവം എന്നെ അനുഗ്രഹിച്ചു, അനുവദിച്ചു എന്ന് പറഞ്ഞ് കണ്ണടച്ച കഥാപാത്രമാണ് ചാവറയച്ചൻ. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ചരിത്രം പഠിച്ചവരൊക്കെ പറയുന്നത് ഇതൊക്കെ അസുലഭ വരങ്ങളിൽ പെട്ടതാന്ന് പറയാം. അസാധാരണ വരമാണ്. മാമോദീസാൽ കിട്ടിയ വരപ്രസാദമൊക്കെ കളയാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. അസുലഭ വരം, സുലഭമല്ല, അസുലഭമായ വരത്താൽ അനുഗ്രഹീതനായിരുന്നു ചാവറപ്പിതാവ്. പ്രിയപ്പെട്ടവരെ മറന്നേക്കരുത്. പക്ഷേ ഈ ചാവറപ്പിതാവ് തന്നെയാണ് ആത്മാനുതാപത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, വെണ്മയായി നടപ്പാനായി തന്നൊരു വെള്ള വസ്ത്രം, വെണ്മയും കളഞ്ഞയ്യോ പാപി ഞാൻ മഹാമൂഢൻ. വെണ്മയായി നടപ്പാനായി തന്നൊരു വെള്ള വസ്ത്രം, നന്മയും കളഞ്ഞയ്യോ പാപി ഞാൻ മഹാമൂഢൻ. അതായത് മാമോദീസാല കിട്ടിയ നന്മയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം, അതിനകത്ത് അഴുക്ക് പറ്റി, കളങ്കം പറ്റി, കരട് പറ്റി, ചേറ് പറ്റി എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്നുണ്ട് ചാവറപ്പിതാവ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കി ചെറിയ ചെറിയ കരടുകളും കളങ്കങ്ങളും എല്ലാം ധ്യാനിച്ച് ഞാൻ മഹാപാപിയ, നീചക്രമീയ, ഘോര പാപിയ എന്നൊക്കെ വിലപിക്കുക. ഈ മഹാവിശുദ്ധരൊക്കെ അവർ ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞു നടന്നവരല്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. മഹാവിശുദ്ധരെല്ലാം ഞങ്ങൾ മഹാപാപികളാണെന്ന് വിളിച്ചു പറഞ്ഞവരാ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞ്, ഈശോയുടെ മുമ്പിൽ നിന്നിട്ട് പത്രോസ് പറഞ്ഞെന്താ, ഞാൻ മഹാപാപിയാണ്, നീ എൻ്റെ അടുത്തോട്ട് വരരുതേ, ഞാൻ അഴുക്ക് പുരണ്ടവനാ, ചെളി നിറഞ്ഞവനാ, കളങ്കങ്ങളുള്ളവനാ, എൻ്റെ അടുത്തേക്ക് വരരുതേ, എൻ്റെ അടുത്ത് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ മഹാപാപിയാണ് പത്രോസ് വിളിച്ച് പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ പടവാളായ പൗലോസ് ശ്ലീഹ പറഞ്ഞെന്താണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഒടുവിലത്തേവനെന്നല്ല, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, ഈ ഫ്രാൻസിസ് പാപ്പയുടെ പഴയ പേര്, അദ്ദേഹം കർദിനാളൊക്കെ ആയിരുന്നപ്പോൾ ജോർജ് മരിയ ബെർഗോളിയോ എന്നാണ്.
അദ്ദേഹം പോപ്പൊക്കെ ആയതിനു ശേഷം പത്രക്കാർ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ആ ജോർജ് മരിയ ബർഗോളിയ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പഴയ മനുഷ്യൻ, താങ്കൾ പണ്ടത്തെ കാലം അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ആ ജോർജ് മരിയ ബർഗോളിയെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫ്രാൻസിസ് പാപ്പ ഒരു നിമിഷം മൗനമായി നിന്നു. വീണ്ടും പത്രക്കാർ ചോദിച്ചു, എന്താണ് താങ്കളൊന്നും മിണ്ടാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾ മഹാപാപിയാണ്, അയാൾ മഹാപാപിയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവം കാരുണ്യത്തോടെ സ്പർശിച്ച ഒരു പാപിയാണ് അയാൾ, ദൈവം കാരുണ്യത്തോടെ സ്പർശിച്ച ഒരു പാപിയാണ് അയാൾ. പ്രിയപ്പെട്ടവരെ, മഹാവിശുദ്ധരെല്ലാം മഹാപാപികളാണെന്ന് ഏറ്റുപറഞ്ഞവരാണ്. സ്നേഹമുള്ളവരെ, നമുക്കും തിരുവചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ തിരുത്തി എഴുതാം, നമ്മുടെ ജീവിതത്തെ അഴകുള്ളതാക്കാം. അതിനുള്ള വലിയ കൃപ ഈ തിരുവചനം ശ്രവിക്കുമ്പോൾ തമ്പുരാൻ നമ്മുടെ മേൽ വർഷിക്കട്ടെ. അനുതാപത്തിൻ്റെ വരം, കണ്ണുനീരിൻ്റെ വരം തമ്പുരാൻ നമുക്ക് സ്പർശിക്കട്ടെ, നമ്മളിലേക്ക് വർഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് വെളിപാട് 2:4-5 പറയാണ്, നിനക്കെതിരെ എനിക്കെന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം കൈവിടിഞ്ഞു. ഇത് പലപ്പോഴും സംഭവിക്കുന്നു അല്ലേ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏത് ജീവിതാന്തസ് എടുത്ത് നോക്കിക്കോ. അത് ഞങ്ങൾ സന്യസ്തരാണെങ്കിലും, സന്യസ്തർ, വൈദികർ, അല്ലെങ്കിൽ സമർപ്പിതർ, അല്ലെങ്കിൽ കുടുംബ ജീവിതക്കാർ, ഏത് പ്രൊഫഷൻ, ഏത് തൊഴിലിൻ്റെ മേഖല എന്ത് നോക്കിക്കോ, പലപ്പോഴും കാണുന്നൊരു സംഗതി, ആദ്യ സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാകും, അല്ല കുറഞ്ഞു വരുന്നു. കുറഞ്ഞു ആദ്യം വലിയ സ്നേഹമാ, തീവ്രതയാ, ഇമ്പമാ, ഇനിമയമാ അല്ലേ? ദാമ്പത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും. ചക്കരെ, പാല്, തേന്, തങ്കക്കുടമേന്നൊക്കെ ആയിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പം എന്നതാണോ വിളിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് ആദ്യ സ്നേഹം. കുറേ കഴിയുമ്പോൾ നഷ്ടപ്പെടുക. ഇത് കേട്ടതാണ് പണ്ടൊരിക്കലൊരു ഒരു രൂപതയിൽ വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അവരെ എല്ലാം വിളിച്ചു വരുത്തി ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ് ഒരു രൂപതയിൽ. ആ രൂപതയിലുള്ള എല്ലാ ഇടവകളിലും അറിയിപ്പൊക്കെ കൊടുത്ത് എല്ലാ ഇടവകളിലും നിന്നും ഉള്ള വിവാഹത്തിൻ്റെ സുവർണ ജൂബിലി അല്ലേ, 50-ാം വാർഷികം ആഘോഷിക്കുന്നവരെല്ലാം രൂപതയിൽ കൊണ്ടുവന്ന് അന്ന് പ്രത്യേക കുർബാന എല്ലാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം സ്റ്റേജിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് പിതാവ് അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, മാതൃകാപരമായ ജീവിതത്തെക്കുറിച്ചെല്ലാം വാദോരാതെ സംസാരിച്ചു. അതിനുശേഷം അവർക്ക് അവസരം കൊടുത്തു, നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വിവാഹത്തിന് സുവർണ ജൂബിലി കൊണ്ടാടുന്ന നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതാനുഭവം ഇങ്ങനെ ഈ 50 വർഷം മാതൃകാപരമായി ജീവിച്ചു, അല്ല ഒരു സാക്ഷ്യമായിട്ട് മാറാൻ സാധിച്ചു, മക്കൾക്കും നാട്ടുകാർക്കും ഇടവക്കാർക്കൊക്കെ ഷെയർ ചെയ്യാൻ അവസരമുണ്ട്, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ പലരും അനങ്ങുന്നില്ല, കാരണം പ്രത്യേകിച്ചൊന്നും പങ്കുവയ്ക്കാനില്ലായിരിക്കും, അല്ല മാതൃകാപരമല്ലായിരിക്കാം. അപ്പോൾ ഒരു കുടുംബനാഥൻ ഏറ്റുചെന്നു, സുവർണ ജൂബിലിക്കാരൻ. അദ്ദേഹം എല്ലാവരും നോക്കി മൈക്കിനോപിക്കുക, പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഇത് പറഞ്ഞ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ മാതൃകാപരമായ കുടുംബജീവിതത്തിൻ്റെ മഹാരഹസ്യം, ഇല്ല അണുബോംബിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന പോലെയാണ്, വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്നിട്ട് പറഞ്ഞത് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച്, ഈ സാധനം ഞാൻ ഇപ്പോഴാണ് ഇതിനെ നന്നായിട്ടൊന്ന് കാണുന്നത്, മുഖത്തൊന്ന് പറഞ്ഞത്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ആരംഭം എങ്ങനെയാണ്? ഞങ്ങൾ ആദ്യ ദിവസം, കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ടാക്കി. അതായത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ അടിപിടിയോ ഉടക്കോ കലഹമോ സ്പർദ്ധയോ വെറുപ്പോ വിരോധമോ തമ്മിൽ തല്ലോ ഈർഷ്യയോ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ മുറിയിൽ പ്രവേശിക്കുകയില്ല, ഞാൻ ഈ വരാന്തയിൽ കിടക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ വരാന്ത തന്നെ കിടക്കുകയാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഇന്നേതായാലും ഒരു ഷോളും കാട പിതാവ് എന്നെ അണിയിച്ചിട്ടുണ്ട്, വലിയ ഉപകാരം. കൊതുകടി കൊള്ളാതെ ഇനിയുള്ള കാലമെങ്കിലും ഷോള് പതച്ച് കിടക്കാമല്ലോ. ജീവിത സാക്ഷ്യങ്ങൾ നമ്മളെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊരിക്കൽ ഈ 2000 ആണ്ടിലാണ്, 2000 ആണ്ടിൽ ഇങ്ങനെ ലോകത്തുള്ള ഒരുപാട് യുവാക്കന്മാരുടെ ഒരു മീറ്റിംഗ് ഒരിടത്ത് നടക്കുക. അപ്പോൾ അവരുടെ ചർച്ചാ വിഷയം ഇതാണ്, 2000 ആണ്ടായി ഇപ്പോഴും ക്രിസ്തുവിനെ അറിയാത്ത ആളുകൾ ഇവിടെയുണ്ട്, ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ അറിയാത്തവരെ എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയിക്കാനായിട്ട് പറ്റുക? ക്രിസ്തുവിനെ അറിയാത്ത ഇടങ്ങളിൽ, വ്യക്തികളിൽ ക്രിസ്തുവിനെ എങ്ങനെ അവതരിപ്പിക്കാം?
അതിനെന്ത് ചെയ്യാൻ സാധിക്കും? 2000 ആണ്ടിലെ കുറേ യുവതി യുവാക്കന്മാരുടെ ചർച്ചയുടെ വിഷയമാണ്. അപ്പോൾ ഒരുപാട് ആശയങ്ങൾ യുവാക്കന്മാർ കൊടുക്കുന്നുണ്ട്. നമുക്കിനിയും ബൈബിൾ, തിരുവചനം സപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, വചനപ്രഘോഷണം ഇനിയും നടത്തണം, ലഘുലേഖകൾ അച്ചടിപ്പിച്ച് കൊടുക്കണം, ഒരുപാട് നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഒരു ആഫ്രിക്കൻ പെൺകുട്ടി, ആഫ്രിക്കയിൽ നിന്നൊരു പെൺകൊച്ച്, അവരവസാനം പറഞ്ഞു, അതെ, എനിക്ക് ഒരാശയം തോന്നുന്നുണ്ട്. ആശയം ഇതാണ്: ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തെ ആദ്യം കണ്ടുപിടിക്കുക. ഒരു നല്ല ക്രൈസ്തവ കുടുംബം, നല്ലൊരു ഫാമിലി, തിരുക്കുടുംബം പോലുള്ളൊരു കുടുംബം. ആ കുടുംബത്തെ അവരെ കൊണ്ടുപോയി താമസിപ്പിക്കണം. എവിടെ? ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലത്ത്, അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ. വേറൊന്നും ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തെ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ മതി, ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലത്തും അറിയാത്ത ഇടങ്ങളിലും. അവരുടെ ജീവിത മാതൃക കണ്ട് എന്താണ് ക്രിസ്ത്യാനിറ്റി, എന്താണ്, ആരാണ് ക്രിസ്തു, ആരാണ് ക്രൈസ്തവരെന്ന് ജനം മനസ്സിലാക്കട്ടെ എന്ന്. അവിടെ ഇരുന്ന് എല്ലാവർക്കും സ്വീകാര്യമായി തോന്നിയത് ആഫ്രിക്കൻ പെൺകുട്ടിയുടെ മനോഹരമായ മറുപടിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ചാന്ത മിഷൻ, സിറോ മലബാർ സഭയുടെ നോർത്ത് ഇന്ത്യയിലുള്ള ആദ്യത്തെ മിഷൻ രൂപതയാണ് ചാന്ത മിഷൻ. CMI വൈദികർ ആദ്യം പോയി തുടങ്ങുന്നതാണ്. അവിടെ ഞാൻ ഈ അടുത്ത കാലത്ത് അതിലൂടെ കടന്നു പോയപ്പോൾ അവിടെ കുറേ അച്ഛന്മാരെയൊക്കെ കാണാൻ പോയി. അപ്പോൾ അവർ പറയുകയാണ്, അന്ന് ഇവിടെ വന്ന ആരംഭത്തിൽ വന്ന വെല്ലിച്ചന്മാർ, അവർ സുവിശേഷ പ്രഘോഷണത്തിന് ചെയ്ത മനോഹരമായ കാര്യം, അവരുടെ ഇടയിൽ പല ഗോത്രവംശജരുണ്ട്. അതിലൊന്നാണ് ഉറാവ് വംശം എന്ന് പറയുന്നത്. അവർ കൂടുതൽ ഭയങ്കര ആഴമുള്ള വിശ്വാസമുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പോൾ ഇവർ ആ പഴയ അച്ഛന്മാരൊക്കെ ചെയ്തിരുന്നത്, അങ്ങനെയുള്ള ഉറാവ് വംശജരായ നല്ല ക്രൈസ്തവ കുടുംബം, അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി മറ്റ് സ്ഥലങ്ങളിൽ അവരിതുപോലെ മാറ്റി പാർപ്പിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ജീവിത മാതൃക കണ്ടിട്ടാണ് മറ്റുള്ളവരെ ക്രിസ്ത്യാനികൾ, ആദ്യമേ ക്രൈസ്തവയുടെ സഭയുടെ തുടക്കം കാണാം നടപടി പുസ്തകത്തിലല്ലേ, അവരൊരുമിച്ച് കൂടുന്നു, പങ്കുവയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലേ. അപ്പോൾ ഇത് കണ്ടിട്ടാണ് അവരുടെ എണ്ണം വർദ്ധിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവർ വേറെ അധികം വചനപ്രഘോഷണം നടത്തിയില്ല. ജീവിത മാതൃകയിലൂടെ അവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരുമിച്ച് കൂടുന്നു, ഉള്ളത് ഷെയർ ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം, പ്രാർത്ഥിക്കുന്നവരുടെ സമൂഹം, സ്തുതിക്കുന്നവരുടെ സമൂഹം. അവിടെ ആരും ദാരിദ്ര്യം അനുഭവിച്ചിരുന്നില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഷെയറിംഗ് ഉണ്ട്, പങ്കുവയ്ക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സഭയുടെ ചിത്രമാണ്. ഇതുപോലെ എൻ്റെ ജീവിതം മനോഹരമാക്കാം, മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മാതൃകയായി മാറാം, അല്ലേ. 5 സുവിശേഷമുണ്ടെന്നാണ് പറയുന്നത്. 4 സുവിശേഷങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാണ് 4 സുവിശേഷങ്ങൾ? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അല്ലേ. 4 സുവിശേഷങ്ങൾ. ഇത് കൂടാതെ 5-മതൊരു സുവിശേഷമുണ്ടെന്ന് പറയുന്നു. ഏതാണ് 5-മത്തെ സുവിശേഷം? യു ആർ ദ ഗോസ്പൽ പീപ്പിൾ റീഡ്. നമ്മുടെ ജീവിതമാണ് 5-മത്തെ സുവിശേഷം. പ്രൈസ് ദ ലോർഡ്. ജീവിതമാണെന്ന് 5-മത്തെ സുവിശേഷം. ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ തിരുവചനവും നമ്മോട് ആവശ്യപ്പെടുന്നു. അതാണ് ഫ്രാൻസിസ് പാപ്പ അടുത്ത കാലത്ത് പറഞ്ഞത്. വചനം പ്രഘോഷിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്കുകൾ കൊണ്ടുള്ള പ്രഘോഷണത്തെക്കാൾ പ്രവൃത്തി കൊണ്ട് പ്രഘോഷിക്കാൻ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്നു.